ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവിശേഷതകൾ ഒരുപാടുള്ള ഒരു വ്യക്തിത്വമാണ്. എല്ലാ നിലയിലും സവിശേഷതകളുണ്ട്. ഒരു സാധാരണ മനുഷ്യൻ്റെ ചരിത്രം കേൾക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് പഠിക്കുന്നത് പോലെ അല്ല നബിയെ സംബന്ധിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പല നിലയിലുള്ള അനുഗ്രഹങ്ങൾ ചെയ്ത, പല നിലയിൽ മഹത്വപ്പെടുത്തിയിട്ടുള്ള, എല്ലാ അർത്ഥത്തിലും പരിശുദ്ധനായ ഒരു പ്രവാചകനെ ആണ് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലൂടെ വായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ഒരാളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ സങ്കല്പിക്കുന്നതിൽ നിന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വ്യത്യസ്തമായിരിക്കും. പല അർത്ഥത്തിലും അത് വ്യത്യാസപ്പെട്ടിരിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയുടെ ഫലമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ദുആ ഉണ്ടല്ലോ, വിശുദ്ധ കഅബാലയത്തിൻ്റെ പണി പൂർത്തീകരിച്ചപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു ദുആയുടെ ഫലമാണ് ഞാൻ. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ യാഥാർത്ഥ്യമാവുകയാണ്. അതുപോലെ തന്നെ വബുഷ്റ ഈസ, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം എന്നെക്കുറിച്ച് നേരത്തെ തന്നെ സുവിശേഷം നൽകിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സുവിശേഷത്തിൻ്റെ ഫലവും കൂടെയാണ്. അതുപോലെ വറഅത് ഉമ്മി അന്നഹു ഖറജ മിൻഹാ നൂറുൻ അളാഅത് മിൻഹു ഖുസൂറു ശാം, എൻ്റെ ഉമ്മ കണ്ട സ്വപ്നത്തിൽ ഇങ്ങനെയാണുള്ളത്, ഒരു പ്രകാശം എൻ്റെ ഉമ്മയിൽ നിന്നും പുറപ്പെടുന്നതായിട്ട് കണ്ടു. അളാഅത് മിൻഹു ഖുസൂറു ശാം, ഷാമിൻ്റെ, സിറിയയുടെ അന്നത്തെ ഏറ്റവും വലിയ ഒരു ഭരണകൂടം നിലനിൽക്കുന്ന രാജ്യമാണ് സിറിയ. ആ സിറിയയിലെ കൊട്ടാരങ്ങൾ മുഴുവൻ ആ പ്രകാശത്തിൽ എൻ്റെ ഉമ്മ തിളങ്ങിക്കണ്ടു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്നത് ഒരു സവിശേഷമായ സ്വഭാവത്തിലും പ്രകൃതത്തിലും എല്ലാം സവിശേഷമായ ഒരു വ്യക്തിയാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം, റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. സൂറത്തുൽ ബഖറ 129-ാമത്തെ ആയത്ത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദഅവത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദുആയാണ്. ആ ദുആയുടെ ഫലമാണ്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, ഇദ് ഖാല ഈസ ഇബ്നു മറിയമ യാ ബനി ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി വമുബശ്ശിറൻ ബിറസൂലി യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് ഫലമ്മാ ജാഅഹും ബിൽ ബയ്യിനാതി ഖാലൂ ഹാദാ സിഹ്റുൻ മുബീൻ. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സുവിശേഷം എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തിനോട് പറഞ്ഞു കൊടുത്തിരുന്നു, എൻ്റെ കാലശേഷം മറ്റൊരു നബി നിങ്ങളിലേക്ക് വരും. ഇത് ഖാല ഈസ ഇബ്നു മറിയം യാ ബനി ഇസ്രായീൽ, ഇസ്രായീലരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് വന്ന പ്രവാചകനാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്, എൻ്റെ മുമ്പ് വന്നിട്ടുള്ള തൗറാത്തിൽ പറയപ്പെട്ട കാര്യങ്ങളെ വാസ്തവീകരിച്ചുകൊണ്ട്, സ്ഥിരീകരിച്ചുകൊണ്ടാണ് എൻ്റെ ആഗമനം. വമുബശ്ശിറൻ ബിറസൂലി യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ സംബന്ധിച്ചുള്ള സുവിശേഷവും കൂടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇസ്മുഹു അഹ്മദ്,
ആ പ്രവാചകന്റെ പേര് അഹ്മദ് എന്നാണ്. ഫലമ്മാ ജാഅഹും ബിൽ ബയ്യിനാതി ഖാലൂ ഹാദാ സിഹ്റുൻ മുബീൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പരിചയപ്പെടുത്തിയതുപോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സുവിശേഷമാണ്. എന്നാൽ ഒരു പ്രകാശത്തെക്കുറിച്ച് പറഞ്ഞു, എൻ്റെ ഉമ്മ കണ്ട പ്രകാശം. അല്ലാഹു തആല സൂറത്തുൽ മാഇദ 15-16 ആയത്തുകളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യാ അഹ്ലൽ കിതാബി ഖദ് ജാഅകും റസൂലുനാ യുബയ്യിനു ലക്കും കസീറൻ മിമ്മാ കുന്തും തുഖ്ഫൂന മിനൽ കിതാബ് വയഅഫു അൻ കസീർ ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബുൻ മുബീൻ. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബുൻ മുബീൻ. ഈ ആയത്താണ് ഈ സ്വപ്നത്തിനെ സൂചിപ്പിക്കുന്നത് എന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ, അല്ലെങ്കിൽ ഈ സ്വപ്നത്തിന്റെ വിശദീകരണത്തിൽ സീറയുടെ കർത്താക്കൾ എഴുതുന്നുണ്ട്. യഹ്ദീ ബിഹില്ലാഹു മൻ ഇത്തബഅ റിദ്വാനഹു സുബുലസ്സലാം വയുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂരി ബിഇദ്നിഹി വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം. ആ പ്രകാശത്തിന്റെ സവിശേഷതയും പറഞ്ഞു. ഏത് പ്രവാചകൻ? മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം യഹ്ദീ ബിഹില്ലാഹു മൻ ഇത്തബഅ റിദ്വാനഹു സുബുലസ്സലാം. അങ്ങനെയുള്ള പ്രകാശമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയും. വയുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂരി ബിഇദ്നിഹി വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നിലയിൽ കൂടിയൊക്കെ പ്രത്യേകതയുള്ള ഒരു പ്രവാചകനാണ്. പ്രവാചകന്മാർക്കെല്ലാം പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതകളിലും ഉപരിയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വം. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വാക്ക് വളരെ സാന്ദർഭികമായി ഒപ്പം നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഉമ്മ കണ്ട സ്വപ്നം ഒരു പ്രകാശം പുറപ്പെടുന്നതായിട്ടും ആ പ്രകാശത്തിലൂടെ സിറിയയുടെ കൊട്ടാരങ്ങൾ പ്രകാശിച്ച് കാണുന്നതായിട്ടുമാണ്. ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ഇബ്നു കസീർ പറയാണ്. വതഖ്സീസു ശാമി ബിദുഹൂരി നൂരിഹി ഇശാറത്തുൻ ഇലാ ഇസ്തിഖ്റാരി ദീനിഹി വസുബൂതിഹി ബിബിലാദി ശാം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഉമ്മ കണ്ട സ്വപ്നത്തിൽ ഷാമിനെ ആണ് കണ്ടതെങ്കിൽ ബിലാദുഷാമിൽ, ഷാം എന്ന് പറയുന്ന നാട്ടിൽ ഇസ്ലാം ഏറ്റവും ശക്തമായി വേരൂന്നും എന്നതിൻ്റെ സൂചനയാണെന്ന് ഇബ്നു കസീർ പറയാൻ. ബിദുഹൂരി നൂർ ഇശാറത്തുൻ ഇലാ ഇസ്തിഖ്റാരി ദീനിഹി വസുബൂതിഹി ഫീ ബിലാദിശ്ശാം വലിഹാദാ തകൂനു ശാമു ഫീ ആഖിരി സമാനി മഅഖലൻ ലിൽ ഇസ്ലാമി വഅഹ്ലിഹി. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ഒരു പ്രധാന കേന്ദ്രം ഷാം ആയിരിക്കുമെന്നും വബിഹാ യൻസിലു ഈസ ഇബ്നു മറിയം, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതും എവിടെയാ? ഷാമിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരിക. ഈ സമൂഹത്തിന്റെ ഒന്നടങ്കമുള്ള നേതൃത്വത്തിലേക്ക് ഇനി വരാനുള്ളത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അപ്പോൾ ആ ഈസാ നബി വരുന്നത് ഷാമിലാണ്. അപ്പോൾ ഈമാനിന്റെ കരുത്തുള്ള ഒരു സംഘം ഷാമിൽ അടിയുറച്ചു നിൽക്കുമെന്നതിന്റെ സൂചന ഇതിനകത്തുണ്ട്. അതിനോടൊപ്പം തന്നെ വലിദാ ജാഅ ഫി സ്വഹീഹൈനി ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതി അംറുല്ലാഹ്. നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു ഹദീസാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, ഹഖിൽ അടിയുറച്ചു നിന്ന് വിജയം വരിച്ചു മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം എൻ്റെ ഉമ്മത്തിൽ എക്കാലത്തും ഉണ്ടാകും. ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും. അവർക്കെതിരെ ആരെല്ലാം എന്തെല്ലാം അക്രമ മർദ്ദന മുറകൾ സ്വീകരിച്ചാലും അതൊന്നും പ്രശ്നമാക്കിയെടുക്കാതെ ദീനിൽ അടിയുറച്ചു നിൽക്കുന്നൊരു സമൂഹം എൻ്റെ സമുദായത്തിൽ എക്കാലത്തിലും ഉണ്ടാകും. ഹത്താ യഅതിയ അംറുല്ലാഹി വഹും കദാലിക്. ലോകത്തിന്റെ അവസാനം വരെ അവരങ്ങനെ തന്നെ നിൽക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ബിലാദു ഷാമിലാണ് എന്നും ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരങ്ങളിലാണെന്നും ഒക്കെ
വേറെ മറ്റ് പല റിവായത്തുകളിലൂടെ നിവേദനങ്ങളിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ കണ്ട സ്വപ്നത്തിൻ്റെ ചില സൂചനകൾ ഇന്നും ലോകത്ത് നിലനിൽക്കുകയാണ്. നമുക്കറിയാലോ, ഫലസ്തീനിലുള്ള ജനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ, നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രയേറെ ആയുധങ്ങളാണ് അവിടെ കൊണ്ടുവന്നിട്ടത്, എത്ര മനുഷ്യരെയാണ് കൊന്നു തീർത്തത്. പക്ഷേ ആ സമൂഹം ആ നാട് വിട്ടു പോയിട്ടില്ല. അവരവിടെ തന്നെ ഉറച്ചു നിൽക്കുന്നു. എന്തെല്ലാം വലിയ ദുരന്തങ്ങളും ദുരിതങ്ങളും അവരിലേക്ക് വന്നിറങ്ങുമ്പോഴും അവരാ നാട്ടിൽ തന്നെ അടിയുറച്ചു നിൽക്കാൻ. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ ഹദീസിനെ, ആ സ്വപ്നത്തിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് പറഞ്ഞ ഒരു കാര്യം സാന്ദർഭികമായി നമ്മൾ അറിയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ അത് കൃത്യതയോടുകൂടി ലോകത്ത് കാണുന്നു എന്നതിലുപരി റസൂലിനെ കുറിച്ച് ഉമ്മ കണ്ട സ്വപ്നം പോലും എത്ര കൃത്യതയോടുകൂടി നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്നു എന്ന് മനസ്സിലാക്കണം. ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും. ആ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ വൻ ശക്തി രാജ്യങ്ങൾ ഒന്നായി ചേർന്നിട്ട് സാധിക്കുന്ന ആയുധങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന് തള്ളുന്നുണ്ട്. പക്ഷെ അവരെ ആ നാട്ടിൽ നിന്നും പുറത്താക്കാൻ കഴിയുന്നില്ല. ബിലാദുശ്ശാമിൽ അങ്ങനെ ഒരു സംഘം ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു. അതിപ്പോഴും നമ്മൾ കാണാൻ. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവചരിത്രം കേൾക്കുന്നത് പോലെയല്ല നബിയെക്കുറിച്ച് കേൾക്കേണ്ടത്. അസാധാരണത്വമുള്ള, പലതരത്തിലുള്ള സവിശേഷതകളുള്ള, അനേകായിരം മഹത്വങ്ങളുള്ള, അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ ഒരു മഹാപുരുഷനെ സംബന്ധിച്ചാണ് നമ്മൾ കേൾക്കുന്നത് എന്ന തിരിച്ചറിവിലാണ് നമ്മൾ തുടങ്ങേണ്ടത്. അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതങ്ങനെ ഉണ്ടാവുമോ ഇങ്ങനെ ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. ചരിത്ര ഗ്രന്ഥങ്ങൾ കൃത്യമായി പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ വിശദീകരിക്കുമ്പോൾ അവിടെ പിന്നെ സംശയത്തിൻ്റെ ആവശ്യമില്ല. അത് സംബന്ധമായ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്നുള്ള വാക്കുകൾ കാണാൻ കഴിയും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സൂചിപ്പിച്ചു, അല്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ ദുആയിലുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ബിഷാറയിൽ, സുവിശേഷത്തിലുണ്ട്. നമുക്കൊക്കെ അറിയുന്നത് പോലെ യഹൂദി സമൂഹത്തിന്, ജൂത സമൂഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി അറിയാമായിരുന്നു. ആ ജൂത സമൂഹം തൗറാത്തിൽ ചെയ്തിട്ടുള്ള കൃത്രിമങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ കൃത്യമായി പറയപ്പെട്ട വിശേഷണങ്ങളെ മറച്ചു വെച്ചതാണ് എന്ന് സൂറത്തുൽ ബഖറയിലൊക്കെ നമ്മൾ ധാരാളമായി കേൾക്കുന്നതാണ്. സൂറത്തുൽ ബഖറയിൽ ഇസ്രായേൽ സമൂഹത്തെ സംബന്ധിച്ച് പറയുന്ന ഭാഗത്ത് പല സ്ഥലങ്ങളിലും അല്ലാഹു തആല ആവർത്തിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണമായി പറയപ്പെട്ട കാര്യങ്ങളെ മറച്ചു വെക്കുന്നവരാണവർ, അല്ലെങ്കിൽ അതിനെ മാറ്റിത്തിരുത്തുന്നവരാണവർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തൗറാത്ത് വളരെ കൃത്യമായി റസൂലിനെ പറഞ്ഞിരിക്കുന്നു. തൗറാത്തിനെ കുറിച്ച് അറിയാവുന്നവർക്കൊക്കെ റസൂലിനെ അറിയാമായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു മുസ്ലിം ആകാൻ വന്ന സംഭവം നമുക്കറിയാം. അന്ത്യപ്രവാചകന്റെ അടയാളം കൃത്യമായി മനസ്സിലാക്കി ആ അടയാളങ്ങൾ റസൂലിലുണ്ടോ എന്ന് കണ്ടറിഞ്ഞ് വിശ്വസിക്കാനാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു വന്നത്. അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ജൂത പണ്ഡിതന്മാരിൽ ഒരാളാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു, റസൂലുമായി സംസാരിച്ചു. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിന് അന്ത്യപ്രവാചകന്റെ അടയാളമായി തൗറാത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കുന്നു. കൃത്യമായി മറുപടി വരുന്നു. മഹാനായ അബ്ദുല്ലാഹി സലാം റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? തൗറാത്ത് അത്ര കൃത്യമായി പരാമർശിച്ചിരിക്കുന്നു. തൗറാത്ത് അറിയാവുന്നവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അത്ര കൃത്യമായി അറിയാമായിരുന്നു. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച സംഭവം നമുക്കറിയാം. ഓരോരോ പുരോഹിതന്മാരുടെ അടുക്കൽ താമസിക്കുന്നു. അവര് നല്ല നിലയിലുള്ള വിശ്വാസമുള്ളവരും നല്ല ശുദ്ധമായ ജീവിതം പുലർത്തിയിരുന്നവരുമായതുകൊണ്ട്
പല ക്രിസ്തീയ പുരോഹിതന്മാരുടെ കൂടെയും മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു കുറേ നാളുകൾ കഴിച്ചു കൂട്ടുന്നുണ്ട്. അവര് രോഗാവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ ഇനി ആരുടെ അടുത്താണ് ഞാൻ പോകേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ വേറൊരാളെ പറഞ്ഞു കൊടുക്കും, അങ്ങോട്ട് പോകും. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസം എന്ന് പറയുന്നത്, ഇസ്ലാം സ്വീകരണം എന്ന് പറയുന്നത് ഒരു നിരന്തരമായ അന്വേഷണത്തിന്റെ അവസാനത്തിലാണല്ലോ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അവസാനത്തെ പുരോഹിതൻ പറയുന്നത് എന്താണ്? അദ്ദേഹം രോഗാവസ്ഥയിൽ സൽമാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഞാൻ ഇനി എവിടെയാണ് പോകേണ്ടത്? എനിക്ക് ശരിയായ വിശ്വാസമുള്ള, ശരിയായ കർമ്മങ്ങളുള്ള നല്ല മനുഷ്യരുമായിട്ട് ചേർന്ന് ജീവിക്കാനാണ് ഉദ്ദേശം. ഞാനൊരു അന്വേഷണത്തിലാണ്. ഞാൻ ഇനി നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം? അപ്പോൾ പറയും, കാലഘട്ടത്തിൻ്റെ അവസ്ഥ കൊണ്ട് മദീനയിൽ പുതിയ നബി വരാൻ സമയമായിരിക്കുന്നു, നീ മദീനയിലേക്ക് പോവുക. അങ്ങനെയാണ് സൽമാൻ റളിയല്ലാഹു അൻഹു മദീനയിലെത്തുന്നത്. മദീനയിൽ ഒരാളുടെ തോട്ടത്തിൽ ജോലിക്കാരനാകുന്നത്. ഈന്തപ്പനയുടെ മുകളിൽ ഇരിക്കുമ്പോഴാണ് പുതിയ നബിയെക്കുറിച്ച് താഴെ നിൽക്കുന്ന ആൾക്കാർ സംസാരിക്കുന്നത് കേൾക്കുന്നത്. അങ്ങനെയാണ് സൽമാൻ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടെത്തുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ലക്ഷണങ്ങൾ കൊണ്ട് പൂർവകാല വേദഗ്രന്ഥത്തിന്റെ ആൾക്കാർക്ക് വളരെ കൃത്യമായി അറിയാമായിരുന്നു എന്നതിൻ്റെ അനേകം ഉദാഹരണങ്ങൾ ഒന്നാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവും സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു. മദീനയിൽ അക്കാലത്ത് ജീവിച്ചിരുന്ന ഇബ്നു തുഹിയാൻ എന്ന പേരിലുള്ള ഒരു ജൂതന്റെ സംഭവം പറയാം, കേൾക്കുന്നുണ്ട്, ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം സിറിയയിൽ നിന്നും വന്നതാണ്, മദീനയിലേക്ക് വന്നതാണ്. സിറിയയിൽ നിന്നും മദീനയിലേക്ക് വന്നതാണ് അദ്ദേഹം സിറിയയിൽ നിന്നും അവസാന പ്രവാചകന്റെ ഗുണവിശേഷണങ്ങളൊക്കെ മനസ്സിലാക്കി. ആ ഗുണവിശേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ പ്രവാചകൻ വരാൻ സമയമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി. ആ പ്രവാചകൻ ഹിജ്റ ചെയ്തെത്തുന്നത് ഈന്തപ്പനകളുടെ നാട്ടിലേക്കായിരിക്കും എന്നുള്ള പ്രവചനം മനസ്സിലാക്കി. ഈന്തപ്പനകളുടെ നാടായ മദീനയിലേക്ക് എത്തിയതാണ് ആര്? ഇബ്നു തുയ്ഹാൻ എന്ന് പറയുന്ന ആള്. തുയ്ഹാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. താ യാ ഹാ. അദ്ദേഹം മദീനയിൽ വന്ന് കുറച്ച് ദിവസങ്ങൾ താമസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന സമയം, അദ്ദേഹത്തിന് പ്രവാചകനെ കാണാൻ കഴിഞ്ഞില്ല. മരണസമയമായപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് കൂട്ടുകാരോട്, ഞാൻ വന്നത് അന്ത്യപ്രവാചകനെ കാണാനാണ്, ആ നബിയെ വിശ്വസിക്കാനാണ് ഞാൻ സിറിയയിൽ നിന്നും ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നത്. എനിക്ക് ആ നബിയെ കാണാൻ പറ്റിയില്ല എന്ന വിഷമം പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് യാത്രയായത് എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകൻ, ഇത് ഏതോ ഒരു പെട്ടെന്നുള്ള സമയത്തിൽ പൊട്ടിമുളച്ചു വന്ന് ആർക്കും അറിഞ്ഞിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ഒരു സംഭവം ആയിരുന്നില്ല. അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പൂർവകാല വേദഗ്രന്ഥത്തിന്റെ ഉടമകൾക്ക് അള്ളാഹുവിൻ റസൂലിനെ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, മക്കളെ അറിയുന്നത് പോലെ അറിഞ്ഞിരുന്നു. അത്ര കൃത്യമായി പ്രവാചകന്റെ അടയാളങ്ങൾ അറിയുന്ന ഒരു സമൂഹത്തിലേക്കാണ് ഇബ്രാഹീമിന്റെ ദഅവത്തിന്റെ ഫലമായി, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സുവിശേഷമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത് എന്ന് നമ്മൾ അറിയണം. ഇനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം നമുക്കെല്ലാം അറിയുന്നത് പോലെ ബനു ഹാഷിമിലാണ്, ഷിഅബ് ഇബ്നു ബനി ഹാഷിമിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ ഒരു മലഞ്ചെരുവിലാണ് നബി ജനിച്ചത്. നബി ജനിച്ച വീട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് നമ്മൾ കാണുന്ന സ്ഥലങ്ങളുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം, അല്ലാഹു അലം, ഒരു വീട് അവിടെ പരിചയപ്പെടുത്തപ്പെടാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത് ഏതായാലും മക്കയിലാണ്. റബീഉൽ അവ്വൽ മാസത്തിൽ, ഒന്നുകിൽ റബീഉൽ അവ്വൽ 12-ലാണ്, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 9-ലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതായിട്ട് നമ്മൾ കാണുന്നത്. ഒന്നുകിൽ റബീഉൽ അവ്വൽ 12 അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 9. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലുണ്ട്. സ്വാഭാവികമായും അത്ര ദീർഘമായ ഒരു കാലഘട്ടത്തിന് മുമ്പുള്ള സംഭവമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യമാണ്.
തിങ്കളാഴ്ച ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം. വാസിലത്ത് ബിൻ അസ്ഖ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ അസ്തഫാ മിൻ വുൽദി ഇബ്രാഹീമ ഇസ്മാഈൽ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പരയിൽ നിന്നും അല്ലാഹു തആല ഇസ്മാഈൽ എന്ന പ്രവാചകനെ ഇസ്തഫ പ്രത്യേകമായി തെരഞ്ഞെടുത്തു. വസ്തഫാ മിൻ വുൽദി ഇസ്മാഈല ബനി കിനാന. ഇസ്മായിൽ പരമ്പരയിൽ നിന്നും കിനാന വിഭാഗത്തെ അല്ലാഹു തആല പ്രത്യേകമായി തെരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ബനി കിനാനത ഖുറൈശൻ. ബനൂ കിനാനയിൽ നിന്നും ഖുറൈശികളെ അല്ലാഹു തആല പ്രത്യേകമായി ഇസ്തിഫാ ചെയ്തു. വസ്തഫാ മിൻ ഖുറൈശിൻ ബനി ഹാഷിം. ഖുറൈശികളിൽ നിന്നും ബനൂ ഹാഷിമിനെ. വസ്തഫാനി മിൻ ബനി ഹാഷിം. ബനൂ ഹാഷിമിൽ നിന്നും എന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം തിർമിദി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നുണ്ട്. ഹദീസുൻ ഹസനുൻ സഹീഹുൻ എന്നാണ് ഇമാം തിർമിദി ആ ഹദീസിന് കൊടുത്തിട്ടുള്ള ഹുക്മ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തിരഞ്ഞെടുപ്പാണ്, ഒരു കടഞ്ഞെടുപ്പാണ്, അല്ലാതെ പെട്ടെന്നുണ്ടായ ഒരു സംഭവം അല്ല. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തിരഞ്ഞെടുപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അതിനെ സംബന്ധിച്ച് ചില ഗ്രന്ഥങ്ങളിൽ കാണാം, മാ തസൽസല ശൈഉൻ മിൻ അർദാനിൽ ജാഹിലിയത്തി ഇലാ ശൈഇൻ മിൻ നസബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽ എവിടെയും ഒരു അഴുക്ക് കാണാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഓരോരോ കാലഘട്ടത്തിൽ നിക്കാഹിൻ്റെ നിയമങ്ങൾ എന്തായിരുന്നോ അതേ നിയമപ്രകാരം വിവാഹിതരായവരാണ് റസൂലിൻ്റെ പരമ്പരയിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്കുള്ള എല്ലാ പൂർവിക പിതാമഹന്മാരുമെന്ന് വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. അതാണ് മാ തസൽസല ശൈഉൻ മിൻ അർദാനിൽ ജാഹിലിയത്തി ഇലാ ശൈഇൻ മിൻ നസബി. റസൂലിൻ്റെ പരമ്പരയിൽ നമ്മൾ അറിയുന്ന പരമ്പരയിലൂടെ അങ്ങോട്ട് പോയാൽ എല്ലാ കാലഘട്ടത്തിലും അതാത് കാലഘട്ടത്തിൽ പവിത്രമായി കണ്ടിരുന്ന വിവാഹത്തിൻ്റെ നിയമങ്ങൾ, അത് ജാഹിലിയത്തിൻ്റെ നിയമങ്ങളുണ്ട്, അത് നമുക്കറിയും. അതനുസരിച്ച് ആ ഒരു നിലയിൽ കൂടി വന്നവരാണ് ആ പരമ്പര എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പര ഏറ്റവും ഉന്നതമായ ഒരു കുടുംബത്തിലായിരുന്നു. ബനു ഹാഷിം കുടുംബത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം. നമുക്കറിയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിനു മുമ്പ് തന്നെ പിതാവായ അബ്ദുള്ള മരണപ്പെട്ടു. അബ്ദുള്ള മരണപ്പെട്ടതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത് തന്നെ. ഇതിനെ സംബന്ധിച്ച് ഒരു സീറയുടെ കർത്താവ് എഴുതിയ, നമുക്കെല്ലാം അറിയുന്നത് പോലെ അലി മുഹമ്മദ് സല്ലാബി എഴുതിയ ഒരു വാക്ക് വളരെ സാന്ദർഭികമായി നമുക്ക് തോന്നുന്നത് കൊണ്ട് ഞാൻ വായിക്കാം. കഅന്നൽ ഖദ്റ യഖൂലു ലഹു, കഅന്നൽ ഖദ്റ യഖൂലു ലഹു. അബ്ദുള്ളയോട് വിധി സംസാരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ വിധി അബ്ദുള്ളയോട് സംസാരിക്കുകയാണ്. എന്തെന്നാ പറയുന്നത്? ഖദിൻതഹത് മുഹിമ്മതുക ഫിൽ ഹയാത്ത്. നീ ഈ ലോക ജീവിതത്തിൽ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ചെയ്തു തീർത്തിരിക്കുന്നു. ഖദിൻതഹത് മുഹിമ്മതുക ഫിൽ ഹയാത്ത് വഹാദൽ ജനീനു ത്വാഹിർ. നിന്റെ മകനായി ഭാര്യയുടെ ഉദരത്തിൽ വളരുന്ന ഈ വിശുദ്ധനായ കുട്ടി യതവല്ലല്ലാഹു അസ്സ വജല്ല ബിഹിക്മതി. ആ കുട്ടിയുടെ ഇനിയുള്ള കാര്യം അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജനിക്കുന്നതിന് മുമ്പേ ഏതൊരാളുടെയും ഏറ്റവും വലിയ ശക്തിയായിരിക്കേണ്ടുന്ന, ഏറ്റവും വലിയ കരുത്തായിരിക്കേണ്ടുന്ന, ഏറ്റവും വലിയ മാനസിക ധൈര്യമായിരിക്കേണ്ടുന്ന ഉപ്പ ഈ ലോകത്തു നിന്നും പോകാൻ. അപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഖദ് യതവല്ലല്ലാഹ്, അല്ലാഹ് ഏറ്റെടുത്തിരിക്കുകയാണ്. ബിഹിക്മതിഹി വറഹ്മതിഹി തർബിയതഹു വതഅദീബഹു വഇഅദാദഹു ലിഇഖ്റാജിൽ ബശരിയ്യതി മിനൽ ദുലുമാതി ഇലൻ നൂർ. ആ കുട്ടിയെ വളർത്തി പരിപാലിച്ച് വേണ്ടുന്ന മുഴുവൻ ജീവിത പാഠങ്ങളും നൽകി പാകപ്പെടുത്തിയെടുത്ത് മനുഷ്യ സമൂഹത്തെ ആകമാനം
അന്ധതയിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്ന ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള പാകതയിലേക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്തിക്കേണ്ട ഉത്തരവാദിത്വം അല്ലാഹ് ഏറ്റെടുത്തിരിക്കുന്നു. പിതാവ് എന്ന നിലയിൽ ആ ഭാഗം അബ്ദുള്ള നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ലാഹു തആലയുടെ തീരുമാനമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിയന്ത്രണമാണ്, അള്ളാഹുവിന്റെ തർബിയത്തും അള്ളാഹുവിന്റെ തഅദീബുമാണ്. ആ ഒരു തർബിയത്തും തഅദീബിലൂടെയുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തേണ്ടത്. അത് അള്ളാഹിന്റെ തീരുമാനമായിരുന്നു. സഈദ് റമളാൻ ബൂത്തി അദ്ദേഹത്തിന്റെ ഫിഖ്ഹു സീറത്തുൻ നബവിയ്യ എന്ന ഗ്രന്ഥത്തിൽ ഇവിടെ വേറൊരു വിഷയം കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഒരു കുഞ്ഞ് ഉപ്പയുടെ സംരക്ഷണത്തിൽ വളർന്നാൽ ഉപ്പ വലിയ വലിയ സ്വപ്നങ്ങൾ ആ കുഞ്ഞിന് കൊടുക്കും. അങ്ങനെ ആകണം, ഇങ്ങനെ ആകണം, വളർന്ന് വളർന്ന് വലിയ ആളാകണം നീ എന്നൊക്കെ ഉള്ള വലിയ വലിയ സ്വപ്നങ്ങൾ കൊടുക്കും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വപ്നങ്ങൾ നെയ്തു കൊടുക്കാൻ ഒരു ഉപ്പ ഉണ്ടായിരുന്നില്ല. വല്ലിപ്പയും വലിയ വലിയ സ്വപ്നങ്ങൾ ചെറുമക്കൾക്ക് കൊടുക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനിക്കുന്നതിന് മുമ്പേ ഉപ്പ മരണപ്പെട്ടു. എന്നാൽ ചെറുപ്രായത്തിൽ തന്നെ വല്ലുപ്പയും മരണപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നതാണ്. എന്തുകൊണ്ട്? പിൽക്കാലത്ത് ഇസ്ലാമിനെ സംബന്ധിച്ച് വിമർശനം ഉന്നയിക്കുന്നവർ പറയരുത്, ഒരു കാലത്തും പറയരുത്, ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പ മുഹമ്മദിന് പറഞ്ഞു കൊടുത്ത സ്വപ്നങ്ങളാണ്. ആ സ്വപ്നത്തിനനുസരിച്ച് അദ്ദേഹം വളർന്നു വന്നതാണ്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമെല്ലാം പ്രചോദനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ പ്രചോദനങ്ങളുടെ പിൻബലത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്നു വന്നത് എന്ന് ആരെങ്കിലും വിമർശനം ഉന്നയിക്കുകയാണെങ്കിൽ ആ വിമർശനത്തിന് മുഴുവൻ ഒരു മറുപടി ആയിരിക്കാം അള്ളാഹുവിന്റെ ഈ തീരുമാനമെന്ന് സഈദ് റമളാൻ ബൂത്തി ഈ ഒരു സന്ദർഭത്തിൽ എഴുതുന്നുണ്ട്. ഏതായാലും മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ മരണപ്പെടുന്നു. കുറഞ്ഞ നാൾ കഴിഞ്ഞിട്ട് ഉമ്മ മരണപ്പെടുന്നു. വല്ലിപ്പയും അധികം താമസിയാതെ മരണപ്പെടുന്നു. പിന്നെ മൂത്താപ്പയാണ് വളർത്തുന്നത്.